സിരിജി, ബലൂചിസ്ഥാന്റെ തലസ്ഥാനം കൊറ്റ അവർ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ബലൂചിസ്ഥാൻ സ്വതന്ത്രരാകാൻ തീരുമാനിച്ചു. ഇനി പാകിസ്ഥാന്റെ ഒരു കളികളും ബലൂചിസ്ഥാനിൽ നടക്കില്ല. മൊത്തത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ അടിപതറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്ത് ബലൂചിസ്ഥാൻ കൂടി കൈവിട്ടു പോയാൽ എന്താകും പാകിസ്ഥാന്റെ ഒരു അവസ്ഥ? ശരിക്കും പറഞ്ഞാൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 44% വരുന്ന ഒരു ഭാഗമാണ്. 1948 മുതൽ തന്നെ ബലൂചിസ്ഥാനികളും പാകിസ്ഥാനും തമ്മിൽ തർക്കമാണ്. കാരണം ബലൂചിസ്ഥാനെ നിർബന്ധപൂർവ്വം സൈനിക നടപടിയിലൂടെ അവർ കൂട്ടിച്ചേർത്താണ്. പക്ഷേ അത് നിയമപരമായി കൂട്ടിച്ചേർത്തല്ല. അന്ന് തുടങ്ങിയ ഈ സായുധ കലാപം, സായുധ വിപ്ലവം ഇപ്പോൾ അതിൻ്റെ മൂർധന്യതയിലെത്തി. അതായത് ബലൂചിസ്ഥാൻ്റെ കൊറ്റ എന്ന് പറയുന്ന തലസ്ഥാനം എന്ന് പറയാവുന്ന മേഖല, ഇത് മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പാക് ആർമിയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ കൊറ്റ കൂടി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ സ്വതന്ത്ര രാജ്യമായി, അതായത് ബലൂചിസ്ഥാൻ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ ഞങ്ങൾ സ്വതന്ത്രമായിരിക്കുകയാണ്. ഞങ്ങളെ ഇനി UN അംഗീകരിക്കണം, അതായത് ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കണം. പിന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള അമേരിക്ക, റഷ്യ, ജപ്പാൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അംഗീകരിക്കണം. അംഗീകരിച്ചാൽ ഞങ്ങൾക്ക് പിന്നീട് സ്വതന്ത്ര രാജ്യമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇങ്ങനെ സ്വതന്ത്ര രാജ്യമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ തന്നെ പാകിസ്ഥാൻ പറയുന്നു, അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ ആർമി അവിടെയുണ്ട്, ഞങ്ങളവരെ ആക്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളവരെ നിയന്ത്രിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസവും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ അറ്റാക്കിൽ 14 സൈനികർ, പട്ടാളക്കാർ, പാകിസ്ഥാൻകാർ കൊല്ലപ്പെട്ടു. അവരുടെ പാക് ക്യാമ്പിലേക്ക് ചെന്നാണ് ഇവർ വെടിവെച്ച് കൊന്നത്. ഇതിനു മുമ്പ് നേരത്തെ ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയൊരു സംഭവം ഉണ്ടായി, ജാഫർ എക്സ്പ്രസ്. അപ്പോൾ അങ്ങനെ നിരന്തരമായ പ്രതിസന്ധികൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കവെയാണ് ഇവർ പറയുന്നത് ഞങ്ങൾ സ്വതന്ത്രരായി. അപ്പോൾ ഇവരെപ്പോഴാണ് സ്വതന്ത്രരായത്? കുറേ കാലമായി ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഭൂമിയിൽ നിന്ന് ധാരാളം ധാതുക്കൾ ഉൾപ്പെടെയുള്ള മിനറൽസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഈ ബലൂചിസ്ഥാനിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഖനനമെല്ലാം നടത്തുന്നത് പാകിസ്ഥാൻ ഭരണകൂടമാണ്. എന്നിട്ട് അതിൻ്റെ നേട്ടം മുഴുവൻ കൈയാളുന്നത് പഞ്ചാബ്, സിന്ധ് തുടങ്ങിയ പാകിസ്ഥാൻ്റെ സമ്പന്ന മേഖലയാണ്. ഇവർക്ക് യാതൊരു അംഗീകാരമില്ല. അപ്പോൾ രാഷ്ട്രീയപരമായി ഇവരെ അവഗണിക്കുകയും സാമ്പത്തികപരമായിട്ട് ഒരു പുരോഗമനം ഇവിടെ നടത്താതിരിക്കുകയും ചെയ്തുകൊണ്ട് ബലൂചിസ്ഥാനികൾ അസംതൃപ്തരാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ മാത്രം മതി. എന്നിട്ട് പറയുന്നു, ഇന്ത്യയിൽ ഞങ്ങൾക്കൊരു ഔദ്യോഗിക ഓഫീസ് വേണം, ഡൽഹിയിൽ ഞങ്ങൾക്ക് ഒരു എംബസി തുറക്കണം എന്ന് പറഞ്ഞാൽ ബലൂജ് എംബസി ഡൽഹിയിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളും അതിനോടൊക്കെ യോജിക്കും, അംഗീകരിക്കും. മാത്രമല്ല ധാരാളം പണം ഇവർക്ക് ആവശ്യമുണ്ട്. അതായത് പുതിയ കറൻസി വേണം, അതുപോലെ തന്നെ പുതിയ പാസ്പോർട്ടുകൾ അച്ചടിക്കണം, പുതിയ ഭരണകൂടം നിലവിൽ വരുന്നതിൻ്റെ പ്രോസസ്സുണ്ട്. അപ്പോൾ ധാരാളം കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമുണ്ട്. ഒപ്പം ഇന്ത്യ ഞങ്ങളെ സഹായിച്ച് ട്രേഡും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യ ട്രേഡ് ആരംഭിച്ചാൽ റഷ്യ വരും, അത് കഴിഞ്ഞാൽ ഫ്രാൻസ് വരും, അല്ലെങ്കിൽ ജപ്പാൻ വരും, അങ്ങനെ മറ്റു രാജ്യങ്ങളെല്ലാം വരും. ചൈനയാണ് ശരിക്കും അടിപതറിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു നീക്കം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മിർയാർ ബലൂചി എന്ന് പറയുന്ന അവിടുത്തെ ഒരു എഴുത്തുകാരുണ്ട്. അയാൾ തന്നെ നേരിട്ട് വന്നു. അയാൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ആഹ്വാനം നടത്തുന്നു. എന്നിട്ട് പറയുന്നു, അവിടുത്തെ പോലീസിൽ നിന്ന്, പട്ടാളത്തിൽ നിന്ന്, ISIൽ നിന്ന്, ഇൻ്റലിജൻസ് വിങ്ങിൽ നിന്ന് ഒക്കെ നിലവിലുള്ള പാകിസ്ഥാനികൾ പോകണം, പകരം ബലൂജികൾ മാത്രമേ പാടുള്ളൂ. അതായത് സിവിൽ മേഖലയിൽ, സിവിലിലെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, പ്രതിരോധ മേഖലയിലെ സൈന്യത്തിലെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഇനി ബലൂജികൾ മാത്രം മതി, ഞങ്ങൾക്ക് ഇനി സ്വന്തമായി സൈന്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാന് സൈന്യമുണ്ടെങ്കിൽ ബലൂജികൾക്കും സൈന്യമുണ്ടെന്ന് അവർ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവർക്ക് ഇത്ര ധൈര്യം എന്നറിയോ? ശരിക്കും പറഞ്ഞാൽ മുമ്പ് പാകിസ്ഥാൻ ഇവരെ അടിച്ചമർത്തിയിരുന്നു. ഇവർ സാമ്പത്തികമായി അങ്ങ് താഴെ തട്ടിലായിരുന്നു, വികസനമില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത്. ആ സമയത്ത് ഈ പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നമൊക്കെ ഉണ്ടായി തകർന്നിരുന്ന ബലൂജികൾക്ക് നമ്മൾ കുറച്ച് സഹായം ചെയ്തു കൊടുത്തു. അതാണ് നമ്മൾ പറയുന്നത്, റോയുടെ സഹായം കൊണ്ടാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രവർത്തിക്കുന്നത്. അന്നാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് അജിത് ഡോവൽ വരുന്നത്. അപ്പം അജിത് ഡോവലിൻ്റെ തന്ത്രങ്ങൾ, കാരണം പാകിസ്ഥാനിൽ പ്രവർത്തിച്ച് പരിചയമുള്ള അജിത് ഡോവൽ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ആ ഭരണകൂടത്തിന് കൃത്യമായ തന്ത്രങ്ങൾ ഓതിക്കൊടുത്തു. അങ്ങനെയാണ് ഈ റോയുടെ സഹായത്തോടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു സംഘടന, അങ്ങനെ മൊത്തം 7 സംഘടനകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായി. ഇവർ ബലൂചിസ്ഥാന് വേണ്ടി നിലകൊണ്ടു. അപ്പോൾ ഇന്ത്യയാണ് ഈ പിന്തുണ എല്ലാം കൊടുത്തത്. അതായത് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും ഇന്ത്യയുടെ പിന്തുണ കിട്ടി. മുമ്പായിരുന്നെങ്കിൽ ഈ താലിബാൻ ഭരണകൂടം ഇവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു. കാരണം താലിബാൻ ആയുധവും പണവും എല്ലാം നൽകുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഒരു നിരന്തരമായ ഉപദ്രവം, അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ അവഗണന, ഒപ്പം ഈ പറയുന്ന താലിബാൻ്റെ ഒരു ശത്രുതാപരമായ നിലപാട്, ഇതിലേക്കാണ് ഈ നരേന്ദ്രമോദിയും അജിത് ഡോവലും ഉൾപ്പെടെയുള്ള കൂട്ടുകെട്ട് രംഗത്തേക്ക് വരുന്നത്. ഇവർ പതുക്കെ പതുക്കെ ആയുധങ്ങൾ കൊടുക്കുന്നു, സഹായങ്ങൾ കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ശക്തമാവുകയും ചില ഏറ്റുമുട്ടൽ നടത്തുകയും ചെയ്തത്. അവിടെ ചൈന പാക് എക്കണോമിക്
കോറിഡോർ നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ചൈനയിലെ എഞ്ചിനീയേഴ്സിനെ അടക്കം ഈ BLA-കാർ വെടിവെച്ച് കൊല്ലുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ ചാവേറുകളാണ്, മരിക്കാൻ ഭയമില്ല. കാരണം മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് പാകിസ്ഥാൻ്റെ 5% കണ്ട് വരത്തുള്ളൂ. അപ്പം വലിയൊരു ഭൂവിസ്തൃതി, പക്ഷേ ജനസംഖ്യ വളരെ കുറവ്. അതുകൊണ്ടാണ് ഇവരെ അവഗണിച്ചിരുന്നത്. അപ്പം നരേന്ദ്രമോദിയുടെയും അജിത് ഡോവലിൻ്റെയും ഒക്കെ പിന്തുണ കിട്ടിയത് കൊണ്ട് തന്നെ ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത് ശരിക്കും പറയുന്നത് നരേന്ദ്രമോദിയാണെന്ന്. കാരണം 15-10 വർഷത്തിലധികമായിട്ട് അദ്ദേഹം അവിടെ ഭരിക്കുന്നു. അപ്പോൾ ഈ കാലം അത്രയും ഇവർക്ക് ആയുധങ്ങൾ എവിടുന്ന് കിട്ടുന്നു? ഒരു കാരണവശാലും പാകിസ്ഥാനെ നേരിടാനുള്ള ആയുധമൊന്നും മേടിക്കാൻ പൈസയില്ല. അപ്പോൾ എവിടുന്നോ കിട്ടുന്നു. അപ്പോൾ റോയാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവർ സ്വതന്ത്രമായപ്പോൾ പറയുകയാണ് ഞങ്ങളുടെ സൈനിക ഉദ്യോഗസ്ഥർ, പോലീസ്, ആർമി എല്ലാം ഞങ്ങൾക്കുണ്ട്, അതിനെല്ലാം സഹായമായിട്ട് നിൽക്കുന്നത് ഇന്ത്യയാണ്. ഇനി ഞങ്ങൾ ഇവരുമായിട്ട് കൂട്ടുകൂടും. ഇനി അപ്പുറത്തേക്ക് ഖൈബർ പഷ്തൂൺഖ്വ മേഖലയുണ്ട്, അവിടെ അവർ സഹായമായിട്ട് താലിബാനുണ്ട്, കുറച്ച് ഭാഗം താലിബാന് കൊടുക്കും. പിന്നീട് പഞ്ചാബ്, സിന്ധ് എന്ന് പറയുന്ന 2 ഭാഗങ്ങളാണ്, അവർ സ്വതന്ത്രമായിട്ട് മാറി ചിന്തിക്കും. ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാൻ തകർന്നു, പുതിയ രാജ്യം ജനിച്ചു, UN അംഗീകരിക്കണം, ഞങ്ങൾക്ക് പുതിയ എംബസി വേണം. ഞെട്ടിക്കുകയല്ലേ ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും UN അംഗീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ കൂടി ഒരു നിലപാട് UN-ൽ അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്രമാകാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. പക്ഷെ എല്ലാ സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞു വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം ഈ പാകിസ്ഥാൻ വരുത്തി വെച്ച വിനയാണ് ഇതൊക്കെ. വെറുതെ കയറി ഇന്ത്യയെ ചൊറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ തിരിച്ചടികൾ ഓരോന്നായി ബലൂചിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ചൈന കൊടുത്ത എന്താ പറയുക ആയുധങ്ങളൊക്കെ പടക്കം പോലെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. മറ്റൊരു സൈഡിൽ ഈ ബലൂചിസ്ഥാൻ ആക്രമിക്കാനായി നിൽക്കുന്നു, പട്ടാള മേധാവിയെ കാണാം. അങ്ങനെ പിന്നെ ഈ എന്താ പറയുക മൊത്തത്തിൽ പാകിസ്ഥാൻ അടിപതറി നിൽക്കുമ്പോൾ ബലൂചിസ്ഥാൻ സ്വതന്ത്രരാകുന്നു. കാരണം ബലൂചിസ്ഥാൻ അറിയാം ഈ സമയത്ത് തങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ മാത്രമേ തങ്ങൾക്ക് ഇവരിൽ നിന്ന് മോചിതരായി സ്വതന്ത്രരാകാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പുറത്തു നിന്ന് ഡ്രോണുകൾ വെച്ച് പ്രകോപനപരമായ കാര്യങ്ങൾ ഇന്ത്യയോട് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് ബലൂചിസ്ഥാൻ ഈ പട്ടാളക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ഗ്യാസ് പൈപ്പ് ലൈനുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ ഇവരെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് 10 സൈനികരെ പാക് പട്ടാളക്കാരെ ബലൂചിസ്ഥാൻ കൊന്നു. ഇപ്പോൾ വീണ്ടും 14 പേരെ കൊന്നിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു പേടിയുമില്ല, ഞങ്ങളുടെ കയ്യിൽ എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ആർമിയുടെ നിങ്ങളെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആയുധക്കോപ്പുകളും കാര്യങ്ങളും എല്ലാം സജ്ജമാണ് ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങളോട് ഇനി കളിച്ചാൽ പഴയതുപോലെയല്ല, ഞങ്ങളുടെ പിന്നിൽ ശക്തരായ ഇന്ത്യയുണ്ട് എന്ന് പറയുകയാണ് ബലൂചിസ്ഥാൻ. ഇത് പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തുന്നത്. കാരണം ഇവിടെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, ഇന്ത്യയിലേക്ക് ശ്രദ്ധ തിരിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് ബലൂചിസ്ഥാനെ കാര്യത്തിൽ തീരുമാനമെടുക്കാനോ ശ്രദ്ധിക്കാനോ കഴിയില്ല. ഇന്ത്യയിൽ നിന്ന് അടിവാങ്ങി തോറ്റ് തുന്നമ്പാടി വരുമ്പോൾ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാവുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ ബലൂചിസ്ഥാനിലെ കടൽ മേഖല, അതുപോലെ തന്നെ വ്യോമാതിർത്തി, ഇവിടെ നിന്നൊക്കെ തന്നെ ഇനി പാക് ആർമി നിൽക്കാൻ പാടില്ല, ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകണം. ബലൂചിസ്ഥാനിലെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ പാക് ആർമിയുടെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾ ശക്തമായ തിരിച്ചടി നൽകും, കാരണം ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നു അങ്ങനെയൊന്നുമില്ല, അത്തരം നിലപാടുകളൊന്നും ശരിയല്ല. പക്ഷേ ക്വറ്റ എന്ന് പറയുന്ന സ്ഥലം പിടിച്ചതോടുകൂടി ബലൂചിസ്ഥാൻ അവരുടെ ഒരു വിജയം ഏതാണ്ട് പ്രഖ്യാപിച്ചു എന്ന് പറയാം. കാരണം ഇനി അവരുടെ വിജയാഹ്ലാദം നടക്കണം, അതുപോലെ സ്വാതന്ത്ര്യദിന പരേഡ് പോലെ ചടങ്ങുകൾ സംഘടിപ്പിക്കണം. അപ്പോൾ സൗഹൃദ രാജ്യങ്ങളെയൊക്കെ വിളിക്കും എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇന്ത്യ വരും. സ്വാഭാവികമായിട്ട് ഇന്ത്യ വന്നാൽ റഷ്യ വരും. അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു പ്രഷർ ഉണ്ടാകും, അമേരിക്ക വരും. അങ്ങനെ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ദേശീയഗാനം ആലോപിക്കുന്നു, ഞങ്ങളുടെ പ്രഖ്യാപനം നടത്തുന്നു, ഔദ്യോഗികമായ കറൻസി ഇറക്കുന്നു, പിന്നീട് പാസ്പോർട്ട് പുതിയതിറക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇനി പാകിസ്ഥാൻ വംശജരായ ഒരാൾ പോലും അവിടെ ഉണ്ടാകരുത്. പതിറ്റാണ്ടുകളായി ഇവർ തുടരുന്ന യുദ്ധമാണ്. 1948 ആരംഭിച്ച ഈ യുദ്ധത്തിന് ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ഇത്രയും കാലം ഇവിടുത്തെ ധാതു സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോവുകയും ഇവിടുത്തെ ജനങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവിടെ ഗ്വാദർ തുറമുഖം ഉണ്ടാക്കി ചൈനയെ കൊണ്ടുവരാനായിട്ട് പാക് ഭരണകൂടം ശ്രമിച്ചത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇവിടെ വന്നാൽ ഞങ്ങൾ എതിർക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചൈനീസ് എഞ്ചിനീയർമാർ വർക്കേഴ്സൊക്കെ വരുമ്പോൾ ഇവർ വെടിവെച്ച് കൊല്ലുന്നു. അത് കഴിഞ്ഞ് പാകിസ്ഥാൻ ആർമി അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവരെയും വെടിവെച്ച് കൊല്ലുന്നു. എന്തിനും ഒരു ട്രെയിൻ തട്ടിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കോൺഫിഡൻസ് എത്ര വലുതാണ്. അപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായി പറയുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തുന്നു, യുദ്ധോപകരണങ്ങളൊക്കെ തകർന്നു പോകുന്നു. ഇതിനിടയിൽ ആഭ്യന്തര കലാപവുമായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വരുന്നു. ധന്യ പറയുന്ന പോലെ ഇതാണ് ഏറ്റവും പറ്റിയ സമയം, ഇപ്പോഴാണ് ഫ്രീഡം നേടിയെടുക്കാനുള്ള അവസരം, അതുകൊണ്ട് നമ്മൾ ഇതിനെ മുതലെടുക്കണം. ഇതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇതിനെ പിന്തുണയ്ക്കുന്നത്. കാരണം ഇതൊരു വലിയ ഏരിയ ആയതുകൊണ്ട് തന്നെ മുഴുവൻ പ്രദേശവും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ആവശ്യമുള്ള ബലൂജ് എന്ന് പറയുന്ന മേഖല മാത്രം മതി, അതിൻ്റെ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. മാത്രവുമല്ല ഈ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവശ്യം ഞങ്ങളുടെ
ഞങ്ങളുടെ ആയതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന നിലപാട് പാകിസ്ഥാനിൽ നിർണായകമാകും. നിലവിൽ അവിടുത്തെ ആർമി തന്നെ ഏറെ ബുദ്ധിമുട്ടുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള നിലപാടുമായിട്ട് ഇവർ വരുന്നത്. പക്ഷേ ഇന്ത്യ ഇപ്പോഴും വാ തുറന്നിട്ടില്ല. എന്നിട്ടും അവർ പറയുന്നു ബലൂജിന്റെ രാഷ്ട്രപിതാവ് നരേന്ദ്രമോദിയാണ്. ശരിക്കും ഞെട്ടില്ല. അതിന് അജിത് ഡോവലിന്റെ തന്ത്രങ്ങൾക്ക് നമ്മൾ നന്ദി പറയണം. കാരണം പാകിസ്ഥാനിൽ വേഷപ്രച്ഛന്നായി ജീവിച്ച് അവിടുത്തെ ഭൂപ്രകൃതി മൊത്തം മനസ്സിലാക്കി ബലൂജികളുടെ അതുപോലെ തന്നെ ഖൈബർ പഷ്തൂൺഖ മേഖലയിലുള്ള ജനങ്ങളുടെയൊക്കെ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ മനസ്സിലാക്കി. എന്നിട്ടാണ് ആയുധവും പണവും ഒക്കെ നൽകി അവരെ ഒരു കലാപത്തിലേക്ക് കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ മോദി അതുപോലെ തന്നെ ഡോവല് ഉൾപ്പെടെയുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഈ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഈ കൂട്ടുകെട്ടിൻ്റെ തന്ത്രപരമായ നീക്കം ബലൂജ് എന്ന് പറയുന്ന മേഖലയെ സ്വതന്ത്രമാക്കി. എത്ര ഇല്ലെന്ന് പറഞ്ഞാലും പാകിസ്ഥാൻ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. അങ്ങനെ പറഞ്ഞുകൂടെ? തീർച്ചയായിട്ടും പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ്. ബലൂചിസ്ഥാൻ കൂടി സ്വതന്ത്രമാകുമ്പോൾ, ഇന്ത്യയിൽ നിന്നുള്ള തിരിച്ചടി കൂടി ആകുമ്പോൾ പാകിസ്ഥാൻ ഇനി ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.